SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശനെ പുറത്താക്കിയത് കഴിഞ്ഞ ദിവസങ്ങളിലാണ്. ആ പുറത്താക്കലിൻ്റെ ആഹ്ലാദ പ്രകടനവും ആഘോഷങ്ങളും ഒക്കെ കേരളമൊട്ടുക്കെ നടക്കുന്ന സമയമാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പാറശാല യൂണിയൻ SNDPയുടെ പാറശാല യൂണിയനിൽപ്പെട്ട അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഊരമ്പ് ജയൻ എന്ന് പറഞ്ഞ അഡ്മിനിസ്ട്രേറ്ററെ അവർ ഖൊരാവോ ചെയ്യുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്. അവിടെ കാലത്തെ 11 മണിക്ക് മുതൽ അദ്ദേഹത്തെ തടഞ്ഞു വെക്കുകയും പൂട്ടിയിടുകയും അദ്ദേഹത്തെ ഖൊരാവോ ചെയ്യുകയും ചെയ്യുന്നതാണ്. പാറശാല യൂണിയനിൽപ്പെട്ട ശാഖ പ്രവർത്തകർ SNDPയുടെ ശാഖ യോഗക്കാരെല്ലാമാണ് ചെന്ന് ഇത്തരത്തിൽ ഒരു പ്രവർത്തനം നടത്തുന്നത്. കാര്യം അറിയാം, അഡ്മിനിസ്ട്രേറ്റർ ഭരണം വരുന്നത് ആ ശാഖയിൽ പെട്ട പല കാര്യങ്ങളിലും, ശാഖാ യോഗങ്ങളിലും അല്ലെങ്കിൽ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിക്കെതിരെയോ അല്ലെങ്കിൽ അവിടുത്തെ ശാഖാ യോഗങ്ങൾക്ക് എന്തെങ്കിലും നടപടികൾ എടുക്കുന്നതോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ആ യൂണിയൻ പിരിച്ചുവിട്ടിട്ട് അഡ്മിനിസ്ട്രേറ്റർ ഭരണമാണ് ഏർപ്പെടുത്തുന്നത്. അത് ജനറൽ സെക്രട്ടറിയുടെ വിശ്വസ്തനായ ഒരാളെ ആ യൂണിയൻ അഡ്മിനിസ്ട്രേറ്ററായിട്ട് നിയമിക്കും. പക്ഷേ അത്തരത്തിൽ ഒരു നിയമനം നടത്തിയാണ് പാറശാല യൂണിയനിലെ ഊരമ്പ് ജയൻ എന്ന് പറഞ്ഞവർ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററാണ്. ആ അഡ്മിനിസ്ട്രേറ്റർ ഭരണം നിർത്തലാക്കണം, അദ്ദേഹത്തെ പുറത്താക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ യൂണിയനിലെ പാറശാല യൂണിയനിലെ ഭാരവാഹികളെല്ലാം ചേർന്ന് അല്ലെങ്കിൽ ആ ശാഖയിൽപ്പെട്ട ഭാരവാഹികളെല്ലാം ചേർന്ന് അദ്ദേഹത്തെ ഖരാവോ ചെയ്യുകയും പൂട്ടിയിടുകയും വാക്കേറ്റമുണ്ടാവുകയൊക്കെ ചെയ്യുന്നത്. ഇത്തരത്തിൽ നിരവധി യൂണിയനുകളും ശാഖകളുമൊക്കെ അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിലുണ്ട്. ജനറൽ സെക്രട്ടറിക്കെതിരെ, വെള്ളാപ്പള്ളി നടേശനെതിരെ എന്തെങ്കിലും മോശമായ പരാമർശമോ അല്ലെങ്കിൽ അവർ എണീറ്റ് നിന്ന് സത്യസന്ധമായ കാര്യങ്ങൾ പറയുകയോ എന്തു തന്നെയായാലും ജനറൽ സെക്രട്ടറിക്കും യോഗത്തിനും എതിരായിട്ട് ആരെങ്കിലും തിരികെയെന്ന് തോന്നിയാൽ അവിടെ പിരിച്ചുവിടുന്ന കാഴ്ചകളാണ് കേരളമൊട്ടുക്ക് നമുക്ക് കണ്ടിട്ടുള്ളത്. അവിടെ എല്ലാം അഡ്മിനിസ്ട്രേറ്റർ ഭരണങ്ങളാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിനെ അയോഗ്യനാക്കിക്കൊണ്ട് പുറത്താക്കിയ കോടതി വിധി വന്നതിന് ശേഷം കേരളമൊട്ടുക്ക് SNDPയുടെ പ്രവർത്തകരെല്ലാം തന്നെ ആഹ്ലാദത്തിലും ആഘോഷത്തിലുമൊക്കെ നടക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. ഇപ്പോൾ താണ്ടെ രണ്ടാം ഘട്ടമെന്ന നിലയിൽ ഇത്തരത്തിൽ അയോഗ്യനാകപ്പെട്ട SNDPയുടെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നിയമിച്ച ഏത് ശാഖാ ഭാരവാഹികളെയും അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർമാരെയും പുറത്താക്കും, അവരെ അടിച്ചു പുറത്താക്കും എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ അത്തരത്തിലാണ് പാറശാല യൂണിയനിലാണ് ഇതിപ്പോൾ ആദ്യമായിട്ട് കണ്ടു തുടങ്ങിയത്. ഇത് കേരളമൊട്ടുക്കെ വ്യാപിക്കാൻ അധിക സമയം വേണ്ടി വരത്തില്ല. എത്രയും പെട്ടെന്ന് തന്നെ സർക്കാർ, കോടതി എന്താണോ പറഞ്ഞത് ആ കോടതി പറഞ്ഞതനുസരിച്ച് പുതിയ ഒരു കമ്മിറ്റി, പുതിയ ആൾക്കാരെ നിയമിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ SNDPയുടെ പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പ് നടത്തണം. അല്ലെങ്കിൽ കേരളമൊട്ടുക്കല്ല എവിടെ ആയാലും SNDPയുടെ പേരിൽ അഡ്മിനിസ്ട്രേറ്റർമാരെയും ജനറൽ സെക്രട്ടറി നിയമിച്ചവരെയൊക്കെ പുറത്താക്കാൻ ശാഖാ ഭാരവാഹികളും ശ്രീനാരായണീയരും ഇറങ്ങിത്തിരിക്കും. അതിനകത്ത് സംശയമില്ല. അത്തരത്തിൽ കാഴ്ചയുടെ തുടക്കമാണ് നമുക്ക് പാറശാല യൂണിയനിൽ നിന്നും കാണാൻ കഴിയുന്നത്. എന്തായാലും അയോഗ്യരാക്കപ്പെട്ടവർ, നിയമിച്ചവർ, അഡ്മിനിസ്ട്രേറ്റർമാർ ഇനി ഭരിക്കേണ്ട, ഇനി തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ ഭരണസമിതി വന്നതിന് ശേഷം ആ ഭരണസമിതിയിലുള്ളവർ മാത്രം ഇനി പുതിയ ആൾക്കാർ വരട്ടെ. യൂണിയൻ തലത്തിലും ശാഖാതലത്തിലും ഈ അഡ്മിനിസ്ട്രേറ്റർ സ്വന്തം താല്പര്യത്തിനനുസരിച്ച് നിൽക്കാത്തവരെയെല്ലാം പറഞ്ഞു വിട്ടുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റർ ഭരണം നടത്തിക്കൊണ്ടു പോന്നിരുന്ന ആ കാഴ്ചകളും ആ സംഭവങ്ങളുമെല്ലാം കേരളത്തിൽ അവസാനിപ്പിച്ചാണ് ജനങ്ങളായിട്ടുള്ള ശ്രീനാരായണീയരായിട്ടുള്ളവർ തെരഞ്ഞെടുക്കപ്പെട്ട അവർ വരണം, അവർ തന്നെ യൂണിയനിലും SNDP യോഗവും ഭരിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇത് തുടക്കമാണ്. പാറശാല യൂണിയനിൽ നിന്നാണ് ഇതിപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. ഇത്തരം അഡ്മിനിസ്ട്രേറ്റർമാർ സ്വയം രാജിവെച്ച് പോവുക, പുതിയ ഭരണസമിതി വരിക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ശാഖാ ഭാരവാഹികളൊക്കെ പറയുന്നത്. എന്തായാലും ഇത് ഒരു അപൂർവമായ കാഴ്ചയാണ്. ഇനി ഇത് തുടരും. കേരളമൊട്ടുക്ക് 35 ലക്ഷത്തിൽ പരം വരുന്ന ശ്രീനാരായണീയരുടെ അവരുടെയൊക്കെ മനസ്സിലെന്താണെന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ കണ്ടറിയാം. എന്തായാലും ഇതൊരു തുടക്കമാണ്. ആഘോഷങ്ങളും ലഡു കൊടുത്തും അദ്ദേഹത്തെ വെള്ളാപ്പള്ളി നടേശനെതിരെ കോലം കത്തിച്ചും തല്ലിയൊക്കെ ആഘോഷിക്കുന്നവർ ഇപ്പോൾ യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർമാർ നിയമിച്ചിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം പിടിച്ചടക്കുകയും അവരെ ഓട്ടിക്കുകയും ചെയ്യുന്ന കാഴ്ചകളാണ് കാണുന്നത്. എന്തായാലും ഇതിനൊക്കെ സർക്കാർ, ഇപ്പോൾ ഇലക്ഷനാണ്, പക്ഷേ എന്തായാലും ഈ SNDP യോഗത്തിനെതിരെയുള്ള സത്യസന്ധമായിട്ടുള്ളൊരു നിലപാട് എന്താണോ കോടതി പറഞ്ഞത്, ശിക്ഷാ നടപടി അല്ലെങ്കിൽ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുക, പുതിയ ആൾക്കാരെ നിയമിക്കുക ബോർഡിലേക്ക്, അതനുസരിച്ച് പുതിയ ഇലക്ഷൻ നടപ്പിലാക്കുക. അത്തരം കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ നാട് നീളെ ഈ ശ്രീനാരായണീയർ ഒരുമിച്ചിറങ്ങുന്ന കാഴ്ചകളാണ് നമുക്ക് പാറശാലയിൽ നിന്നും കാണാൻ കഴിഞ്ഞത്. കർമ്മ ന്യൂസ്, രാംഭദ്രൻ.